ഒന്ന് കാണാൻ തോന്നുന്നുണ്ടല്ലോ പെണ്ണെ. ഇപ്പം എന്താ ചെയ്യാ? അവൻ നെഞ്ചുഴിഞ്ഞ് റൂമിൽ നിന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങി. ചെറുതായി ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട്. ഒരിളം കാറ്റ് ശരീരത്തെ ഒന്നാകെ തഴുകി കടന്നു പോകുമ്പോൾ ചിരിയോടെ ബീൻ ബാഗിൽ ഇരുന്നു. ഡെന്നിച്ചൻ, എൻ്റെ ആനിക്കൊച്ചിൻ്റെ നാവിൽ നിന്ന് ഇത്ര പെട്ടെന്ന് ഈ വിളി പ്രതീക്ഷിച്ചില്ല ഞാൻ. പോക്കറ്റിലിരുന്ന ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. അവളുടെ ഓർമ്മയിൽ നിന്നും അവനൊന്ന് ഞെട്ടി ഉണർന്നു. ഡിസ്പ്ലേയിലേക്ക് നോക്കി നിന്നു. അരുണ, ആനിയുടെ കാര്യം പറഞ്ഞാലോ? ഏയ് വേണ്ട. എൻ്റെ ജീവിതത്തിൽ എന്തുണ്ടായാലും ആദ്യം പറയുന്നത് പപ്പയോടും അമ്മയോടുമാണ്. അതിൽ മാറ്റം വരുത്തണ്ട. റിങ് നിന്നു. വീണ്ടും അരുണ കോളിംഗ്. എടാ ഡെന്നി, നാളെ കഴിഞ്ഞ് പിറ്റേന്ന് ഞാൻ ലാൻഡ് ചെയ്യുവാ. ടിക്കറ്റ് ഇതേ ഇപ്പോൾ ഓക്കെ ആക്കി. ആണോ? എപ്പോഴാ ഫ്ലൈറ്റ്? ഞാൻ പിക്ക് ചെയ്യാൻ വരാം. അവനിൽ നിറഞ്ഞ സന്തോഷം. ഏയ് വേണ്ട മോനെ, ആദ്യം ഓഫീസിലേക്ക്. അവിടെ ചെന്ന് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ് ഒരു റൂബർ ബുക്ക് ചെയ്യുന്നു. നേരെ പാലമറ്റത്ത് തറവാട്ടിലേക്ക്. എൻ്റെ ഡെന്നീസിന് കൊട്ടേഷൻ കൊടുത്ത നമ്മുടെ എഡ്വിൻ്റെ നെഞ്ചത്തായിരിക്കണം ആദ്യത്തെ ലാൻഡിങ്. അത് നടക്കും എന്ന് തോന്നുന്നില്ല. എന്താടാ? ഓ, എൻ്റെ അനിയൻ ഒരു തല തിരിഞ്ഞ ഐറ്റമാണ്. രാവിലെ ഓഫീസിലെന്ന് പറഞ്ഞിറങ്ങും. കൂട്ടുകാർക്കൊപ്പം കറങ്ങി നടക്കും. പിന്നെ കൂട്ടിന് നല്ല ശീലങ്ങളും. രാത്രി കയറി വരും. ഷോ, അത് കഷ്ടമായി പോയല്ലോ. അരുണ, എന്താടാ? എന്തേലും സീരിയസ് മാറ്റർ ഉണ്ടോ? ഉണ്ട്. നീ വന്നിട്ട് എല്ലാം വിശദമായി പറയാം. ഓക്കെ, അപ്പോൾ ശരി. ഫുഡ് കഴിച്ചോടാ? ഏയ് ഇല്ല, സമയമായി വരുന്നതേ ഉള്ളൂ. കോൾ കട്ട് ചെയ്ത് റൂമിലേക്ക് കയറി. ബെഡിൽ കമിഴ്ന്ന് കിടന്നു. പില്ലോയിൽ മുഖം അമർത്തി. നിന്നെ വാരിയെടുക്കാൻ കൊതിയാണ് ആനി. ഒരു കുഞ്ഞി പെണ്ണ്. ഒരുപാട് പ്രപ്പോസൽ വന്നിട്ടുണ്ട്. പക്ഷെ നിന്നോളം മറ്റാരും ഡെന്നിയുടെ ഹൃദയത്തിൽ കയറിയിട്ടില്ല. ഡെന്നി. നീരജ അകത്തേക്ക് വന്നു. അവൻ ബെഡിൽ മലർന്നു കിടന്നു. അമ്മയെ നോക്കി. അവിടെ ഗൗരവം. എന്തു പറ്റി? ഡോക്ടർ നീരജയുടെ മുഖം ഒരു കൊട്ടയുണ്ടല്ലോ. അമ്മായിയമ്മ വഴക്ക് പറഞ്ഞോ? ദേ ഡെന്നി. അവർ മകന് നേരെ വിരൽ ചൂണ്ടി. അവൻ ചിരിച്ചു. ചിരിക്കില്ലേ ചെക്ക, പാവം കിട്ടും. ദൈവം ക്ഷമിക്കില്ല കേട്ടോ. ഓ, തുടങ്ങി. രണ്ട് ദൈവങ്ങളും കൂടി ചേർന്ന് ശപിച്ചാൽ നല്ല രസമായിരിക്കും. നീരജ ബെഡിൻ്റെ ഒരു സൈഡിലായിരുന്നു. അവൻ എഴുന്നേറ്റ് അമ്മയുടെ തോളിലേക്ക് തല ചേർത്ത് വെച്ചു. എന്താണ് കാര്യം? പറയ്. പാവം നിഷമോള്. ഞങ്ങളെല്ലാവരും താഴെ നിന്ന് കേട്ടതാ നീ ഇവിടെ ഓരോന്ന് ഇറഞ്ഞുടയ്ക്കുന്ന ശബ്ദം. എന്നിട്ടും ആ മോള് പറഞ്ഞു അവളുടെ കൈ തട്ടി ജഗ് വീണ് പൊട്ടിയതാണെന്ന്. എന്തിനാ? നിന്നെ രക്ഷിക്കാൻ. അത്രയ്ക്കും നല്ല മനസ്സുള്ള കൊച്ചാ അത്. പക്ഷേ ആ പാവത്തിനെ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. ഇന്ന് നീയായിട്ട് അതിനെ വേദനിപ്പിച്ചു. അവൻ തല ഉയർത്തി നീരജയെ നോക്കി. അതെന്താ ഇഷ്ടമല്ലാത്തത്? അടുക്കളക്കാരി മറിയാമ്മയുടെ മകളായതാണോ കാരണം? അമ്മയുടെ മുഖം ചുളിഞ്ഞു. ഞാൻ ആദ്യം കരുതിയത് മേരിയമ്മയുടെയും സക്രിയയുടെയും മകളായിരിക്കുമെന്ന. പക്ഷേ എഡിനുമായി മനസ്സമ്മതം നടത്താൻ തീരുമാനിക്കണമെങ്കിൽ നിഷ ഒരിക്കലും അവരുടെ മകളാവില്ല. ശരിയല്ലേ? ശരിയാ. പക്ഷേ തെറ്റുപറ്റി ഡെന്നി. അവൻ്റെ കണ്ണുകൾ ചുരുങ്ങി. നിഷ മറിയാമ്മയുടെ ആരുമല്ല. പിന്നെ ആരാ? അത് ഇന്നലെ അമ്മച്ചിയോട് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ ത്രേസ്യാമ്മ പറഞ്ഞ കാര്യങ്ങൾ അണുവിട തെറ്റാതെ അവന് മുന്നിൽ നിരത്തി. ഡെന്നി ആലോചനയോടെ മൗനമായിരുന്നു. എന്ത് തോന്നുന്നു നിനക്ക്? അപ്പച്ചൻ അങ്ങനെ ഒരു കാര്യം ചെയ്യൂ? പറയാൻ കഴിയില്ല. മനുഷ്യൻ്റെ അവസ്ഥയല്ലേ അമ്മ. പക്ഷേ ഒരു കാര്യം തെളിച്ചു പറയാം. വല്യപ്പച്ചൻ ആരെയോ എന്തിനെയോ പേടിച്ചിരുന്നു. ഡെന്നി. അവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റു. നിഷ പറഞ്ഞ ഓരോ വാക്കുകളും ഓർമ്മയിലേക്ക് വന്നു. വല്യപ്പച്ചന് എന്നെ ഒന്ന് കാണണം എന്ന ആഗ്രഹം പറഞ്ഞിരുന്നു അല്ലേ അമ്മ? ആ, പറഞ്ഞിരുന്നു. നമ്മളോട് എന്തോ കാര്യം പറയാനുണ്ടെന്ന്. അതൊരു പക്ഷേ നിഷാനിയെക്കുറിച്ചാവാം. അവൻ ബാൽക്കണിയിലേക്ക് നടന്നു. പിന്നാലെ നീരജയും. നിഷമോളെക്കുറിച്ച് എന്ത്? നീരജ സംശയത്തോടെ നിന്നു. അവൻ്റെ ഹൃദയത്തിൽ ആ കുഞ്ഞിപ്പെണ്ണിൻ്റെ മുഖം തെളിമയോടെ വന്നു. രണ്ട് കാര്യങ്ങളുണ്ട്. നിഷാനി ആരെന്ന സത്യം. ഇത്രമാത്രം വല്യപ്പച്ചൻ അവളെ സ്നേഹിക്കുകയും പൊതിഞ്ഞു പിടിക്കുകയും ചെയ്യണമെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഒന്ന് മറഞ്ഞു കിടപ്പുണ്ട്. അല്ലെങ്കിൽ നിഷാനിയെ നമ്മുടെ കയ്യിലേക്ക് തരാൻ വല്യപ്പച്ചന് ആഗ്രഹമുണ്ടായിരുന്നിരിക്കാം. നീരജ നെഞ്ചത്ത് കൈ രണ്ടും പിണച്ചു കെട്ടി കനത്ത ഇരുട്ടിലേക്ക് നോക്കി നിന്നു. ഡെന്നി, നീ രണ്ടാമത് പറഞ്ഞത് ശരിയായിരിക്കും. ഇവിടെ മോളെ നിർത്താൻ പറ്റാത്ത അവസ്ഥയാ. ആ ചെക്കന് വല്ലാത്ത ഇളക്കമാ. നോട്ടം ആണേൽ പറയുകയും വേണ്ട. പിന്നെ നാൻസിയും ജാസ്മിനും സൂസനും
എപ്പോഴും അതിനെ കുത്തി നോവിക്കും. അനാഥ കൊച്ചല്ലേ. അവൻ ഒന്ന് അമർത്തി മൂളി. എൻ്റെ കർത്താവേ, ഈ അമ്മയ്ക്ക് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? ഡെന്നി നെറ്റി ഒഴിഞ്ഞു. മോനെ, ഹോ ഭാഗ്യം, പിടി കിട്ടി കാണും. ചെക്കൻ്റെ മുഖം പൂർണ്ണചന്ദ്രനെ പോലെ തിളങ്ങി. ഒരു പക്ഷേ നമ്മുടെ ഹോസ്പിറ്റലിൽ ജോലി, അതാവും അപ്പച്ചൻ മനസ്സിൽ കണ്ടത്. ഇത് ഡോക്ടർ തന്നെയാണോ അതോ? അവൻ രൂക്ഷമായി നീരജയെ നോക്കി മുഖം വെട്ടിച്ചു. എന്താടാ മോനെ? ഏയ് ഒന്നുമില്ല. അമ്മ പറഞ്ഞത് 100% ശരിയാ. ശബ്ദം കടുത്തു. ആ, അത് ഇച്ചായം പറയും എനിക്ക് നല്ല കൂർമ്മ ബുദ്ധിയാണെന്ന്. എൻ്റെ അമ്മ, സത്യം പറയാലോ, നല്ല വിശപ്പ്. പോയി എന്തേലും കഴിക്കാൻ എടുത്തു വയ്ക്ക്. അപ്പോഴേക്കും ഞാൻ വരാം. ശരി. ബാൽക്കണി ഡോർ ഭാഗത്തേക്ക് വന്ന നീരജ ഒന്ന് നിന്നു. ഡെന്നി, നമ്മൾ പോകുമ്പോൾ നിഷമോളെ ഒപ്പം കൊണ്ടുപോകാം എന്ന് വെച്ചാൽ വല്യമ്മച്ചി സമ്മതിക്കും. ആ ചെക്കനും സൂസനും സക്രിയയും പ്രശ്നമുണ്ടാക്കും. എന്താ ചെയ്യാ? അവൻ ഒരു നിമിഷം മൗനമായി. എൻ്റെ മിന്നിൻ്റെ അവകാശി, ഡെന്നീസിൻ്റെ പെണ്ണ്. അവളെ കൊണ്ടുപോകാൻ ഞാൻ മാത്രം മതി. മറ്റാരുടെയും സമ്മതം വേണ്ട. കടുപ്പത്തിൽ ഉറച്ചുപോയ അവൻ്റെ വാക്കുകൾ. നീരജ ഞെട്ടലോടെ നിന്നു. കണ്ണുകൾ രണ്ടും ബൾബ് പോലെ പുറത്തേക്ക് തള്ളി. ഡെന്നി, നീ ഇപ്പോൾ എന്താ പറഞ്ഞേ? എനിക്ക് തോന്നിയതാണോ? അവൻ്റെ ചുണ്ടിലെ കുറുമ്പ് നിറഞ്ഞ ചിരി കട്ടിമീശയ്ക്കും താടിക്കുമിടയിൽ മറഞ്ഞു. എനിക്ക് ആ കുഞ്ഞി പെണ്ണിനെ വേണം, എൻ്റേത് മാത്രമായി. വല്ലാത്തൊരിഷ്ടം, വാത്സല്യം ആ കണ്ണുകളോടും അതിൻ്റെ ഉടമയോടും തോന്നുന്നു. ആദ്യമായി ഡെന്നിക്ക് പ്രണയിക്കാൻ ഒരു മോഹം, വല്ലാത്ത ആഗ്രഹം. തെറ്റുണ്ടോ? അവൻ അമ്മയ്ക്ക് നേരെ തിരിഞ്ഞു. എന്ത് തെറ്റ്? നിഷാനി നല്ല മോളാ, എനിക്ക് ഒരുപാട് ഇഷ്ടം. നീരജ മകൻ്റെ കവിളിൽ പതിയെ തഴുകി. പെട്ടെന്ന് കൈ പിൻവലിച്ചു. ദേ ചക്ക, പ്രേമിക്കാൻ നടക്കുന്നതൊക്കെ കൊള്ളാം. നാളെ തന്നെ ഈ താടി കളയണം. ഇങ്ങനെ നീട്ടി വളർത്തിയിട്ടാൽ അതിന് നിന്റെ മുഖം നേരെ ചൊവ്വയൊന്ന് കാണണ്ടേ? ഈ രൂപത്തിൽ മുന്നിൽ ചെന്ന് നിന്ന് ലവ് യു പറഞ്ഞാൽ മോള് ബോധം കെട്ട് വീഴും. ഇല്ലേലേ നിന്നെ കാണുമ്പോൾ അത് നിന്ന് പേടിച്ച് തുള്ളുവാ. ഡെന്നി ഉറക്കെ ചിരിച്ചു. അമ്മയുടെ തോളിലൂടെ കൈയിട്ട് റൂമിനകത്തേക്ക് നടന്നു. ബെഡിലേക്ക് മലർന്നു കിടന്നു. അത് പേടിയല്ല, പ്രണയത്തുള്ളല. എൻ്റെ ആനിക്കൊച്ചിനോട് കൂടെ പോരാൻ ഞാൻ പറഞ്ഞു. ആണോ? മോൾ എന്തു പറഞ്ഞു? അമ്മയിൽ ആകാംക്ഷ. പെണ്ണെന്നെ ഭ്രാന്താന്ന് വിളിച്ചു. പോ ചക്ക, എൻ്റെ മോള് ആരുടെയും മുഖത്ത് നോക്കി മറുത്തൊരു വാക്ക് പറയില്ല. പറയില്ല, പക്ഷെ എന്നോട് പറഞ്ഞു. ദേ നേർക്ക് നേർ നിന്ന്. അത് ശരിയല്ലേ? ചെറിയൊരു ഭ്രാന്ത് എൻ്റെ മകനുണ്ടെന്ന് എനിക്ക് മുന്നേ തോന്നിയതാ, പറയാൻ പറ്റിയില്ല. ഡെന്നിയുടെ മുഖത്ത് വല്ലാത്ത സന്തോഷം. അവർ മകന് അരികിലായിരുന്നു. കാലിൽ സ്റ്റിച്ചിടാനുള്ള മുറിവുണ്ട്, നല്ല വേദനയും. മുടന്തി നടക്കുവാ, കഷ്ടം. ഇനി അതിനെ വേദനിപ്പിക്കല്ലേ മോനെ. അറിയാതെ പറ്റിയതാമ്മ. നിഷ ആ സമയത്ത് റൂമിലേക്ക് കയറി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇനി ഒരിക്കലും എൻ്റെ കുഞ്ഞു പെണ്ണിനെ ഞാൻ വേദനിപ്പിക്കില്ല. മറ്റാരെയും അതിനനുവദിക്കുകയുമില്ല. അത് മതി. എൻ്റെ കുഞ്ഞിനെ തൊടുന്നത് ആരായാലും പിന്നെ വെച്ചേക്കരുത്. അമ്മ എഴുന്നേറ്റ് താഴേക്ക് നടന്നു. എഡിൻ, നിന്നെ ഞാൻ പൂട്ടും. പിന്നിൽ മറഞ്ഞിരിക്കുന്നവരെയും ഒത്തിരി നാൾ ഒളിഞ്ഞിരിക്കാൻ കഴിയില്ല. ഡൈനിങ് ടേബിളിൽ എല്ലാവരുമുണ്ട്, എഡിൻ മാത്രമില്ല. നിങ്ങൾ എന്നാ തിരികെ പോകുന്നത്? സക്രിയയ്ക്ക് വല്ലാത്ത വെപ്രാളം. ഓ, ഞങ്ങളെ പറഞ്ഞു വിട്ടിട്ട് അങ്കിളിന് എന്തേലും സാധിക്കാനുണ്ടോ? ഡെന്നിയിൽ ഗൗരവം. നീ ഉടനെ പോകണം എന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് അവൻ ചോദിച്ചതാ. സൂസൻ ഇടയ്ക്ക് കയറി. എൻ്റെ ആൻറ്റി, ഉടനെ പോകണം, പക്ഷേ ഇവിടെ വന്നപ്പോൾ എന്തോ തിരികെ പോകാൻ തോന്നുന്നില്ല. എന്നാ മോൻ ഇവിടെ തന്നെ കൂടിക്കോ. ഐസക്ക് അവൻ്റെ തോളിൽ തട്ടി. സൂസൻ ഭർത്താവിനെ നോക്കി കണ്ണുരുട്ടി. ആ പെണ്ണെവിടെ? കണ്ടില്ലല്ലോ. നേരത്തെ കിടന്നോ? സൂസൻ്റെ കണ്ണുകൾ നിഷയ്ക്കായി പരതി. കൊച്ചി കിടന്നു. നീരജ എവിടെ മേരിക്കുട്ടി? അതമ്മച്ചി, മോൾക്ക് ഫുഡ് കൊണ്ട് കൊടുക്കാൻ റൂമിലുണ്ട്. വിളിക്കണോ? വേണ്ട, ഇതുകൂടി കഴിക്കും മോളെ. ഒരു ചപ്പാത്തിയല്ലേ കഴിച്ചുള്ളൂ. നീരജയിൽ വാത്സല്യം. സത്യായും വേണ്ട ആൻറ്റി. അവൾ വേദനയോടെ മുഖം ചുളുക്കി. നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. കാർ എടുക്കാൻ ഡെന്നിയോട് പറയട്ടെ? ഇച്ചായൻ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. വേണ്ട, നാളെ അങ്ങ് മാറും. നീരജ അവളുടെ തലമുടിയിൽ പതിയെ തഴുകി. മോൾക്ക് എന്ത് വിഷമമുണ്ടേലും അവനോട് പറയാം. ഒരു പേടിയും വേണ്ട. ഈ പുറമേ കാണിക്കുന്ന ഗൗരവമേ ഉള്ളൂ. ആള് ശുദ്ധനാ. എന്നാ കിടന്നു. അല്ലേലും തിന്നണം, ഉറങ്ങണം.
അത് മാത്രമാണല്ലോ അവളുടെ പണി. അനാഥാലയത്തിൽ കിടന്നതിൻ്റെയൊക്കെ ഒരു ഭാഗ്യം. സൂസന്റെ സ്വരം ഉച്ചത്തിൽ ഉയർന്നു. കിടക്കാനായി തുടങ്ങിയ നിഷ വിങ്ങലോടെ തല താഴ്ത്തിയിരുന്നു. മോളെ. നീരജ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ആൻറ്റി, ഞാൻ. ചുട്ടുപഴുത്ത കണ്ണുനീർ ആ അമ്മയെ പൊള്ളിക്കും പോലെ. അപ്പച്ചനെ പറഞ്ഞാൽ മതിയല്ലോ. ഓരോ മാരണങ്ങളെടുത്ത് തലയിൽ വെക്കും. സൂസൻ ഒതുങ്ങാൻ തയ്യാറല്ല. വീണ്ടും എന്തൊക്കെയോ പറയുന്നുണ്ട്. മുന്നിലിരുന്ന ചിക്കൻ കറിയുടെ ബൗൾ ഊണുമേശയിൽ വീണ് ചിന്നിച്ചിതറി. നാൻസിയും ജാസ്മിനും ചെയറിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ഡെന്നിയുടെ മുഖത്തേക്ക് നോക്കി വിറയലോടെ മാറി നിന്നു. ദേ, ഇത്രയേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്നെക്കൊണ്ട് മറ്റ് പലതും ചെയ്യിക്കരുത്. സൂസൻ പേടിയോടെ സക്രിയയ്ക്ക് നേരെ തിരിഞ്ഞു. നീ ചേച്ചിയോട് എന്താടാ പറയുന്നത്? ഒരു വീട്ടിൽ വന്നാൽ എങ്ങനെ പെരുമാറണമെന്ന് നിന്റെ അമ്മ പറഞ്ഞു തന്നില്ലേ? ഡെന്നി ചെയറിൽ നിന്നും ചാടി എഴുന്നേറ്റു. മക്കളെ, വേണ്ടടാ. വല്യമ്മച്ചി അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ചെക്കൻ ദേഷ്യത്തോടെ വിറയ്ക്കുന്നുണ്ട്. എൻ്റെ അമ്മയെ പറഞ്ഞാൽ ഡെന്നി ക്ഷമിക്കില്ല. വല്യമ്മച്ചി തടഞ്ഞതുകൊണ്ടാ. ഇല്ലേൽ അങ്കിളാണെന്ന് ഞാൻ നോക്കുകയില്ല. ഗർജിക്കും പോലുള്ള സ്വരം. വല്യമ്മച്ചിയുടെ കയ്യെ കുടഞ്ഞെറിഞ്ഞ് ചെയറിൽ മുറുകെ പിടിച്ചു. സക്രിയ ഒന്ന് വിറച്ചു. എടി നാൻസി, ഇവിടെ നിന്നാൽ തടി കേടാവും. നമുക്ക് പോകാം. രണ്ടും കൂടി വന്ന വഴിയെ റൂമിലേക്ക് ഓടി. മോനെ, വേണ്ട, ഒന്ന് ക്ഷമിക്ക്. മേരിക്കുട്ടി ഡെന്നിയുടെ കയ്യിൽ പിടിച്ചു. അവരുടെ നിറഞ്ഞ കണ്ണിലേക്ക് നോക്കി അവൻ ശാന്തമായി തിരിഞ്ഞു നടന്നു. ആരുമില്ലാത്തവൾ എന്തിനാ മകനു വേണ്ടി ആലോചിച്ചത്? സ്വത്ത് കിട്ടിയാൽ പിന്നെ അതൊന്നും സൂസനൊരു പ്രശ്നമായിരിക്കില്ല അല്ലേ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആ പാവം പെണ്ണിനേട്ട് കുത്തി നോവിക്കുന്ന പരിപാടി നിർത്തിക്കോ. അവൻ സൂസന് അരികിലായി ചേർന്ന് നിന്നു. ഇന്നലെ അറപ്പ് തോന്നുന്നു. അമ്മയാണത്രേ അമ്മ. ഇനി അത് ആവർത്തിച്ചാൽ മോനും അമ്മയും ഡെന്നിയുടെ മറ്റൊരു രൂപം കാണും. രഹസ്യം പോലെ പറഞ്ഞ് ഹാളിലേക്ക് കാറ്റ് പോലെ പോകുന്നവനെ നോക്കി സൂസൻ അന്താളിപ്പോടെ നിന്നു. കിട്ടിയല്ലോ, എൻ്റെ മോൾക്ക് തൃപ്തിയായി കാണും. അപ്പച്ചൻ പോയപ്പോൾ നീ അങ്ങ് സന്തോഷിച്ചു. അത് ഞാൻ പറഞ്ഞു വിട്ടതാ ഡെന്നിയെ, എൻ്റെ കൊച്ചിൻ്റെ രക്ഷയ്ക്ക്. ത്രേസ്യാമ്മയുടെ രൂക്ഷമായ നോട്ടം. അവർ തല താഴ്ത്തിയിരുന്നു. നിനക്ക് എത്ര കിട്ടിയാലും പഠിക്കത്തില്ല അല്ലയോടി, നാണമില്ലാത്ത ജന്മം. ഐസക്ക് ഭാര്യയെ നോക്കി പല്ലിറമി. മോൾക്ക് വേണ്ടിയ എല്ലാം. അവൻ പറഞ്ഞത് കേട്ടില്ലേ? എൻ്റെ കുട്ടി ഇങ്ങനെ കരയാതെ. കണ്ണുകൾ അമർത്തി തുടച്ച് നിഷ ചിരിച്ചു. എൻ്റെ വല്യപ്പച്ചനും ഇങ്ങനെ ആയിരുന്നു. എന്നെ ആർക്ക് മുന്നിലും വിട്ടുകൊടുക്കില്ല. വല്യപ്പച്ചൻ പറഞ്ഞു വിട്ടതാ ഈ വട്ടനെ. അങ്ങനെ കരുതിക്കോ. കിടന്നുറങ്ങിക്കോ. നീരജ റൂം വിട്ട് പുറത്തേക്ക് നടന്നു. എല്ലാവരും കിടക്കാനായി റൂമുകളിലേക്ക് പോയി. നീ കിടക്കുന്നില്ലേ കൊച്ചനെ? കിടക്കണം. വല്യമ്മച്ചി ഡെന്നിക്ക് അരികിലായിരുന്നു. അവൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചു. ഞാൻ ഈ കയ്യിലേക്ക് എൻ്റെ കൊച്ചിനെ വെച്ച് തരട്ടെ? പൊന്നു പോലെ നോക്കുവോ നീ? ത്രേസ്യാമ്മയുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. വല്യമ്മച്ചി, എനിക്കറിയാം നിനക്ക് എൻ്റെ മോളെ ഇഷ്ടമാണെന്ന്. ഈ കണ്ണിൽ അവളോടുള്ള സ്നേഹവും വാത്സല്യവും കാണാം. സമ്മത. ഇപ്പം തന്നാലും ഇഷ്ടത്തോടെ ഒപ്പം കൂട്ടും ഞാൻ. അത് മതി. സന്തോഷമായി. എനിക്കെന്തേലും സംഭവിച്ചാലും നീ ഉണ്ടല്ലോ. അവർ പിറുപിറുത്തുകൊണ്ട് റൂമിലേക്ക് കയറി ഡോർ അടഞ്ഞു. ഡെന്നി, നീ കിടക്കുന്നില്ലേ? നീരജ അരികിലേക്ക് വന്നു. ആനി കിടന്നോ അമ്മ? കിടന്നു, പക്ഷെ ഉറങ്ങിയില്ല. അവൻ സെറ്റിയിൽ നിന്നും എഴുന്നേറ്റു. നിഷയുടെ റൂമിന് നേർക്ക് നടന്നു. ഡെന്നി, അവൻ നിന്നു. പ്ലീസ് അമ്മ, ഒന്ന് കണ്ടോട്ടെ. പറ്റുന്നില്ല. വല്ലാത്ത വേദന. ശരി, പൊയ്ക്കോ. പക്ഷേ കൊച്ചിനെ വിഷമിപ്പിക്കരുത്. നിന്നെ ഇഷ്ടപ്പെട്ട് വരാൻ ഇത്തിരി സമയം അതിന് കൊടുക്കണം. എല്ലാം പെട്ടെന്ന് വേണം എന്നാഗ്രഹിക്കരുത്. കളിപ്പാട്ടോ അല്ലത്, ഒരു പെണ്ണിൻ്റെ മനസ്സാ. അറിയാം അമ്മയ്ക്ക്, എന്നെ വിശ്വസിക്കാം. നീരജ തിരിഞ്ഞു നടന്നു. നിഷയുടെ റൂമിന് മുന്നിൽ ഒരു നിമിഷം നിന്നു. അവൾ ഡോർ ലോക്കിടാൻ വന്നതും ഡെന്നി ഡോറിൽ കൈവച്ചതും ഒരേ സമയം. നിഷ പിന്നിലേക്കും മറിഞ്ഞു. അയ്യോ! പെണ്ണ് പതിയെ വിളിച്ചു. കണ്ണുകൾ മുറുകെ അടച്ചു. നിലത്തേക്ക് വീഴും മുന്നേ അവൻ്റെ വലങ്കൈ അവളെ ചുറ്റി വലിച്ചെടുത്ത് നെഞ്ചിലേക്ക് ചേർത്തു. ആനി, കണ്ണ് തുറക്കൻ്റെ കൊച്ചേ. ഞെട്ടലോടെ മുറുകെ അടച്ച കണ്ണുകൾ വലിച്ചു തുറന്നു. അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു. പേടിച്ചു പോയോ? എന്തിന്? ഇച്ചായനുള്ളപ്പോൾ എൻ്റെ പെണ്ണ് പേടിക്കേണ്ട ആവശ്യമുണ്ടോ? അവൻ ഡോർ ലോക്കിട്ടു. അവൾ ഷോളിൽ വിരൽ മുറുക്കി. വാ, പേടിക്കണ്ട. ഇച്ചായൻ പറയട്ടെ.
വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു അവൾക്ക് ആ നെഞ്ചിലെ ചൂടിലേക്ക് ചേരാൻ. എതിർപ്പുകളൊന്നുമില്ലാതെ ആ ഹൃദയത്തിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചു. നാളെ ഒരു മിന്നി കെട്ടി തരട്ടെ. അവൾ തല ഉയർത്തി. അവനിൽ ചിരിയാണ്, പക്ഷേ കാണാൻ കഴിയുന്നില്ല. ബെഡിലിരുത്തി അരികിലിരുന്നു. എന്തേ കിടക്കുന്നില്ലേ? അത് പൊയ്ക്കോ, ആരേലും കാണും. പതിഞ്ഞ സ്വരം. ഞാൻ പോകുന്നില്ല, എല്ലാവരും കാണട്ടെ. അവൾ തല താഴ്ത്തി. സ്നേഹിച്ചോട്ടെ, പ്രണയിച്ചോട്ടെ ഞാൻ. നിഷയൊന്നും ഞെട്ടി. വല്ലാത്തൊരു പരവേശം. വേണ്ട, പറ്റില്ലല്ലോ. നിന്റെ ഇച്ഛായനല്ലേ ഞാൻ. ഡെന്നി എഴുന്നേറ്റു. ബെഡിലിരിക്കുന്നവൾക്ക് മുന്നിലായി നിന്നു. ആ കുഞ്ഞു മുഖം കയ്യിൽ വാരിയെടുത്ത് ഉയർത്തി. പ്രണയം, അത് വല്ലാത്തൊരു അനുഭൂതിയാ പെണ്ണെ. ഇന്ന് നീയില്ലാതെ ഈ മുഖം കാണാതെ പറ്റില്ല എന്ന അവസ്ഥയിലാണ് ഞാൻ. അവൻ്റെ തല താഴ്ന്നു. നെറ്റിത്തടത്തിൽ ചുണ്ടുകൾ ചേരുമ്പോൾ ഇന്നോളം അറിയാത്ത ഒരു വാത്സല്യം തന്നെ ഒന്നാകെ പൊതിഞ്ഞു പിടിക്കുന്നത് പോലെ. കണ്ണുകൾ വിടർന്നു. പതിയെ കൂമ്പി അടഞ്ഞു. ലവ് യു ആനി. അവളെ ബെഡിലേക്ക് ചായച്ച് കിടത്തി. ഉറങ്ങിക്കോ. നിഷ കണ്ണുകൾ തുറന്നു. പോകുന്നില്ലേ? എന്തേ, എന്നെ പേടിയുണ്ടോ? അവൻ്റെ മുഖം ചുളിഞ്ഞു. നിഷയുടെ വലങ്കൈ ഡെന്നിയുടെ വിരൽത്തുമ്പിൽ അമർത്തി പിടിച്ചു. ദേഷ്യം, അത് പേടിയാ. ആണോ? എന്നാൽ എൻ്റെ കൊച്ചിൻ്റെ മുന്നിൽ ദേഷ്യപ്പെടില്ല. ഉറങ്ങിക്കോ. നാളെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. വേണ്ട, എനിക്കിഷ്ടമല്ല. സ്റ്റിച്ച് വേദനിക്കും. അവൻ വായ തുറന്ന് അവളെ തന്നെ നോക്കി. നഴ്സിംഗ് തന്നെയല്ലേ നീ പഠിക്കുന്നത്? നിഷ ചിരിയോടെ കണ്ണുകൾ മുറുകെ അടച്ചു.